സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് ആരെങ്കിലൊക്കെ തെറിയോ വഴക്കൊക്കെ പറയുമ്പോൾ എന്ത് ഫീലാണ് വരിക? ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, എന്ത് ഫീലാണ് നിങ്ങൾക്ക് വരിക? കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറിവിളിയും മോശം കമൻസും കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ചെയ്ത തെറ്റ്, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അദ്ദേഹം കല്യാണം കഴിച്ചു. അതിനുശേഷം കോടിക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ കമന്റ്സും ബ്ലോഗേഴ്സും എല്ലാം കൂടിയിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ എന്താ പറയുക, സെക്ഷലി ഒരു പുരുഷനെ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും മോശം കമന്റ് കേട്ടുന്ന വ്യക്തിയാണ് ആ വ്യക്തി. ഇന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് 2025 മാർച്ച് എത്തി നിൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറിയിട്ടുണ്ട്. ആ വ്യക്തി വേറെ ആനന്ദ് അംബാനി. കുട്ടിക്കാലത്ത് ആസ്മയുടെ കഠിനമായ പ്രശ്നങ്ങൾ കാരണം കഴിച്ച മരുന്നിന്റെ ശരീരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ കേട്ടത്. അതിനുശേഷം വന്ദാര എന്ന പ്രൊജക്ട്, അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്റ്റായ വന്ദാര എന്ന പ്രൊജക്ട് വന്നപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ആനിമൽ റെസ്ക്യൂവും അതുപോലെ മരങ്ങളെയും പ്രകൃതിയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം കൂടി ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന പ്രൊജക്ട് ലോകം മൊത്തം ശ്രദ്ധിക്കുന്നു. യൂട്യൂബിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഒരുപാട് മീഡിയ പേഴ്സൺസ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ജീവിതത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും, കുറച്ചൊക്കെ വിജയിക്കും, കുറേയൊക്കെ ചിലപ്പോൾ ഡൗൺ ആവും. ആളുകൾ പലതും പറയും, പക്ഷേ നെവർ മൈൻഡ്, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അത് അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് ഈ പ്രൊജക്ട് തുടങ്ങാൻ തന്നെ ശക്തി പകർന്നത്, ആ അറിവ് കിട്ടിയത് അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്നും ഗ്രാൻഡ് പാരൻസിൽ നിന്നാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏത് പരിപാടിയിലും ഏത് പ്രൊജക്റ്റിലും ദൈവത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. ദൈവത്തെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ അമ്മ ആനന്ദിന് പറഞ്ഞു കൊടുത്തത്, മിണ്ടാപ്രാണികളെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരുപാട് ചെടികളും മരങ്ങളും പ്രകൃതിയിൽ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അപ്പൊ ഇതെല്ലാം ആ കുട്ടിയെന്ന ആനന്ദിൽ സ്വാധീനിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് കഴിവുള്ളൊരു സമയം വന്നപ്പോൾ അത് പ്രൊജക്റ്റ് ആക്കിയിട്ട് ലോകത്തിന് കൊടുത്തു. അതാണ് വന്ദാര. ഇപ്പൊ ആ വ്യക്തിനെ ലോകത്തിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു ഹൃദയം കൊണ്ട്. അപ്പൊ ആനന്ദ് പറയാതെ പറയുന്ന ഒരു കാര്യം, ആരെങ്കിലും നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് കമന്റ്സ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം വിശ്വസിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഏറ്റവും മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വില മനസ്സിലാക്കുകയും ചെയ്യും. ആനന്ദിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.